ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇന്ന് ജാനുവരി 3, ഇന്ന് വെള്ളിയാഴ്ച. എനിക്കെന്താ പറയുക, എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഡിമ്പിളിന് ദയയിലേക്ക് പോകണം, അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, ലഞ്ച് അവിടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പോകുമ്പോൾ ഞാനൂടി വരണം എന്ന് ഡിമ്പിൾ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് കേട്ടോ. പോയ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. അങ്ങനെ രാവിലെ പതിവ് പോലെ എണീറ്റപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണം. ഇന്നലെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെയാന്ന് തോന്നുന്നുണ്ട്. തോമു താഴെ ഡ്രസ്സ് മാറി വന്നിട്ട് അവൻ ഉറങ്ങാണ്. പാച്ചു അതെ ഒരു വിധത്തിൽ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് രണ്ടാളെയും സ്കൂളിലേക്ക് വിടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ ആസ് യൂഷ്വൽ ഇങ്ങനെ നോക്കിയിരിക്കുക, എനിക്ക് എപ്പോഴാണ് ഒന്ന് പോകാൻ പറ്റാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പതിവ് പടി നമ്മുടെ റോഡ് പണികൾ, മറ്റേ പൈപ്പിൻ്റെ സംഭവങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കണു. കറണ്ട് പോയും വന്നും കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വെള്ളം എവിടെയാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ വീണ്ടും മൂടി തുടങ്ങി കേട്ടോ. അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അങ്ങോട്ട് മാറി. ഇപ്പോൾ ഇവിടെ നമ്മുടെ നമ്മുടെ പാച്ചൂട്ടനെ ബ്രഷ് ചെയ്യിക്കുകയാണ്. കാരണം അവനിന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും എണീക്കാനായിട്ട് മടി, തോമ അവിടെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഇവനെ ബ്രഷ് ചെയ്ത് വേഗം ഒരുക്കി വിടാൻ നോക്കണം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ടുണ്ട്. എല്ലാവരും എണീക്കാൻ ലേറ്റായി. കുറേ ദിവസത്തെ ഉറക്കക്ഷീണവും ഒക്കെ കൂടിയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ലേറ്റായിരുന്നു. അപ്പോൾ ഇന്ന് മറ്റേ സോസേജ് ഇട്ടിട്ട് നമ്മളുടെ നൂഡിൽസായിരുന്നു. സോസേജും മുട്ടയും വെജിറ്റബിൾസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നൂഡിൽസായിരുന്നു. പിന്നെ ഡിമ്പിൾ എന്തോ ഒരു എന്താ പറയുക ലോളിപോപ്പ് ഉണ്ടാക്കി കുട്ടികൾക്ക് ടിഫിൻ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചു. അങ്ങനെ ഇവിടെയൊക്കെ ഇന്നലെ അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഒതുക്കാനായിട്ട് കണ്ടമാനുണ്ട്. പക്ഷേ ഇന്ന് ഞാനത് ഒതുക്കാൻ നിന്നാൽ എൻ്റെ യാത്ര മുടങ്ങും. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് പാച്ചുവിനെ കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സ് കൈ പിടിച്ചാൽ മതിയല്ലോ. ഓൾറെഡി അവർ ഡ്രസ്സ് മാറിക്കും, എങ്കിലും അങ്ങനെ പോകുമ്പോൾ നമ്മൾ വേറെ ഡ്രസ്സ് ഇടിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവനെയും കൂടി വണ്ടി കയറ്റി അവരെ യാത്രയാക്കി. അങ്ങനെ ഞാൻ തുണികളൊക്കെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ സ്വതവേ എന്നെ കുട്ടികൾ കളിയാക്കും, മമ്മിക്ക് എവിടെയെങ്കിലും പോവാണ്ടെങ്കിൽ കംപ്ലീറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പണികൾ മൊത്തം കഴിഞ്ഞിട്ട് പോകാനേ എനിക്കിഷ്ടം. തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു മടിയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ വീടിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ പോയോടത്തെ വിശേഷം പറഞ്ഞിരിക്കലാണ് മെയിൻ പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു. പക്ഷേ എന്താ പറയുക, എൻ്റെ കൂടെ തമ്പുരാൻ നിന്നില്ല എന്ന് പറയാം. കറണ്ട് എൻ്റെ കൂടെ നിന്നില്ല. കറണ്ട് ഒരൊറ്റ പോക്കാ പോയി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ തിക്കും തിരക്ക് അടിച്ചിട്ട് അത് കഴുകിയിട്ട് ഇനി അതൊരു പ്രശ്നം വേണ്ട, ഇത് പോകാനുള്ള സമയം ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് മിണ്ടാണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ്റെ ഇവിടെ അവൻ്റെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അവൻ ഒറ്റയ്ക്കാകുമ്പോൾ അവന് ഭയങ്കര എന്താ പറയുക ഡാൻസാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കിച്ചണിൽ രാവിലത്തെ ഫുൾ കഴിഞ്ഞു. അപ്പോൾ ഉച്ചയിലത്തേക്ക് എനിക്കും ഡിമ്പിളിനും ഡാഡിക്കും വേണ്ട, ഡിവൈനുള്ളതെല്ലാതും സ്റ്റോക്ക് അവിടെ ഉണ്ട്. ഇന്നലത്തെ ഓൾറെഡി പോർക്കും ചിക്കനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു എൻ്റെ കാര്യം നോക്കണ്ട, നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം സാധാരണ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചുരിദാർ ഇടാം. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു വേണ്ട, സാരി ഉടുത്തിട്ട് പോവാം. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റായിട്ടൊന്നും അല്ലല്ലോ പോകണം. എന്തായാലും ഒരു ഇൻവിറ്റേഷൻ ഒരു കുട്ടി ഇൻവൈറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളെങ്ങനെയാണോ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് അത് അവരെയും കൂടി റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെയാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും ഒരു ഗസ്റ്റ് വരുമ്പോൾ അവർ വരണത് പ്രമാണിച്ച് നമ്മൾ വൃത്തിയിൽ ഡ്രസ്സ് ചെയ്ത് നിൽക്കുക വെച്ചിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുക എന്നല്ല കേട്ടോ. വൃത്തിയിൽ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ അവരോട് കാണിക്കുന്ന ബഹുമാനമാണ്. അല്ലാണ്ട് അവർ വരുമ്പോൾ നിങ്ങൾ വന്നാലും ഞാൻ എൻ്റെ നിൽക്കുന്ന പോലെ നിൽക്കുള്ളൂ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് കുട്ടികളോടും പറയും, ആരെങ്കിലും വരണമെന്ന് പറയുമ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് ഒതുക്കിയിടുക, നമ്മൾ നീറ്റായിട്ട് നിൽക്കുക. അതൊക്കെ വരുന്ന അതിഥികളോട് കാണിക്കുന്ന മര്യാദയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഞങ്ങളിത് യാത്രയൊക്കെ ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളുടെ പാച്ചുട്ടനെ ആദ്യം അവിടെ നിന്ന് എടുക്കണം, എന്നിട്ട് വേണം നമുക്ക് ദയയിലേക്ക് പോകാൻ. അപ്പോൾ ഓൾറെഡി സമയം ലേറ്റായി. കാരണം എന്താ പറയുക, എങ്ങനെ വന്നാലും തട്ടിമുട്ടി പിന്നെ ഇവിടെ കയറി കുറച്ച് നേരം സംസാരിച്ച്, കാരണം പാച്ചുവിനെയും തോമുവിനും ഒന്നിച്ചാണല്ലോ നമ്മൾ എടുക്കാറ്. അപ്പോൾ ആദ്യം മാമിനോട് വിളിച്ച് പറഞ്ഞു തോമു കാണണ്ട, പാച്ചുവിനെ മാത്രം വിട്ടാൽ മതിയെന്ന്. എന്നിട്ടാണ് പാച്ചുവിനെയും കൊണ്ട് വന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അവിടെ ലേറ്റായി. അപ്പോഴത്തേക്കും ദയേന്ന് സാജ് സാറ് വിളിച്ചു തുടങ്ങിയിട്ടോ, എത്തിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി, മോനെയും കൊണ്ട് വരാം, വരണമെന്ന് പറഞ്ഞ്
അപ്പോൾ നമുക്ക് പക്ഷേ അറിയില്ലായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഒന്നാമത് നമുക്ക് ഏതാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഫംഗ്ഷൻ എന്താണ് എന്താണ് അവിടെ എന്തിനാണ് നമ്മൾ ക്ഷണിച്ചതെന്ന് പോലും അറിയില്ല. ജസ്റ്റ് ഒരു ഫുഡ് കഴിക്കണം അത്രയേ പറഞ്ഞിട്ടുണ്ട്. ലഞ്ച് നമുക്ക് ഒന്നിച്ച് കഴിക്കാം എന്നാണ് ഡിമ്പിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിമ്പിളിന് കൂട്ടായിട്ടാണ് ഞാനും ഡാഡിയും പോണത്. അറിയാമല്ലോ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ദയയിലേക്ക് അപ്പോൾ പറഞ്ഞു മമ്മിയെ കൊണ്ടുവരണം കേട്ടോ, മമ്മിയും ഡാഡി നിങ്ങൾ പതിവ് പോലെ വരുന്ന പോലെ തന്നെ വന്നോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളൊന്നിച്ച് അങ്ങോട്ട് പോയത്. അങ്ങനെ ദയ എത്തി വിളിക്കുമ്പോൾ തന്നെ അവിടുന്ന് സാജി സാറ് പറഞ്ഞായിരുന്നു, കയറുമ്പോൾ വണ്ടി പാർക്കിങ്ങിലൊന്നും വിടണ്ട, ചാവി അവിടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്താൽ മതി, അവരെവിടെയാണെന്ന് വെച്ചാൽ മാറ്റിയിട്ടുള്ളൂ, നിങ്ങൾ നേരെ കോൺഫറൻസ് ഹാളിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ആൾ തന്നെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നു കേട്ടോ. അത് സ്വതവേ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ നേരെ ആളുടെ കൂടെ പോവുക. അവിടെ നിന്ന് മിക്കവാറും സാജിദ് സാർ തന്നെയാണ് ഞങ്ങളുടെ കൂടെ നിൽക്കാറ് കേട്ടോ. വന്ന് എന്താണോ എവിടേക്കാണോ വരേണ്ടതെന്നുള്ളത് ഫോണിൽ കൂടെ പറയും, നേരെ പോവും. അല്ലെങ്കിൽ ഞങ്ങൾ ലോഞ്ചിലിരിക്കും, ശരിക്കും ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ആ ടോക്കൺ അനുസരിച്ച് നമ്മൾ കയറുക, അങ്ങനെ പതിവ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ വളരെ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശരിക്കും ദയയുടെ വെൽവിഷേഴ്സാണ് അവിടെ വന്നിട്ടുള്ളതൊക്കെ. പല ഹോസ്പിറ്റലിനെയും പല ഇതിനെയും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ എന്താ പറയുക, അങ്ങനൊരു വേദി പങ്കിടാൻ പറ്റി തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ അങ്ങോട്ട് നീങ്ങിയിരിക്കുകയായിരുന്നു. ഡിമ്പിളിൻ്റെ കൂടെയാണല്ലോ നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ട്. പക്ഷെ അവരത് എൻ്റെ പേരും കൂടി ചേർത്ത് എന്നെയും കൂടി അവരുടെ ആ വെൽവിഷേഴ്സിൻ്റെ ലിസ്റ്റിലിട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറയുക, എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തനുഭവമാണോ ഉണ്ടാവുന്നത് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. ആ ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിൽ എന്നെ വിശ്വസിച്ചിട്ട് അങ്ങനെ ഒരു സാധനം വാങ്ങിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് പോവുക, അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര എന്നിലുള്ളൊരു വിശ്വാസം കൊണ്ടാണല്ലോ അത് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം നമ്മളുടെ വ്ളോഗ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അത് നിങ്ങൾക്കറിയാം, 3 വർഷമായിട്ട് ശരിക്കും 2.5 വർഷമായിട്ട് നമ്മൾ ദയയിലാണ് സ്ഥിരം പോകാറ്. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും എൻ്റെ ഡെയിലി വ്ളോഗ്സ് ആയതുകൊണ്ട് എൻ്റെ ഡെയിലി റുട്ടീനിൽ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് കൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ദയയാണ് കാണിക്കുക. സാജിദ് സാറിനെ കാണിക്കും, അനീഷ് സാറിനെ കാണിക്കും, പിന്നെ നമ്മൾ പോകുന്ന ഡോക്ടേഴ്സിൻ്റെ പേര് പറയും, എന്തിനാ പോയെന്ന് പറയും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ആ പറഞ്ഞതിൽ നിന്ന് അപ്പോൾ എന്നോട് പേഴ്സണലി കുറേ പേര് വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കാൻ കൂടി വേണ്ടാണ്ട് ഞാൻ പറയുന്ന പേരാണ് ദയ. കാരണം നമ്മൾ പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. ഹോസ്പിറ്റലുകളുടെ പേരൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, നമുക്ക് ഏതാണോ തൃപ്തിയായത് അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ പലയിടത്തേക്കും മുമ്പ് നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, നമ്മൾ ഫസ്റ്റ് പാച്ചു NICUവിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് അത് മിഷനിലായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആസ്റ്ററിലേക്ക് മാറി, അത് കഴിഞ്ഞ് ഡോക്ടർ സജി ഉണ്ട്, എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ സജി പറഞ്ഞിട്ടാണ് നമ്മൾ ദയയിലേക്ക് വരുന്നത്. ശരിക്കും സജി വഴിയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പാച്ചുനെയും കൊണ്ടാണ് ഫസ്റ്റ് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിച്ചത് അവരുടെ പെരുമാറ്റം, നമ്മൾക്ക് എത്ര നല്ല ഡോക്ടേഴ്സും ആൾക്കാരൊക്കെ ആയാലും നമ്മൾ വരുമ്പോൾ നമ്മളോടുള്ള ആ പെരുമാറ്റം, നമ്മളോടുള്ള എന്താ പറയുക, അതാണല്ലോ നമ്മളെ എവിടേക്ക് രണ്ടാമതൊന്ന് പോകാനായിട്ട് എന്താ പറയുക നമുക്ക് തോന്നുക. അങ്ങനെ ഒരു ഇതാണ് ദയയിൽ നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഡോക്ടറുടെ ടോക്ക് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. കാരണം നമ്മളിത് ഒരുങ്ങിപ്പോയതല്ലല്ലോ വീഡിയോ എടുക്കാനൊന്നും. അപ്പോൾ ഫാനിൻ്റെ മറ്റേ AC-യുടെ ശബ്ദവും പിന്നെ മൊത്തത്തിൽ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ടോക്ക് ലൈവായിട്ട് ഇടണില്ല. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ദയയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പുതിയ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. നിങ്ങൾക്കറിയാം ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടത്തെയൊക്കെ വീഡിയോ കവർ ചെയ്യാറുണ്ട്. അതുപോലെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വീഡിയോയും കവർ ചെയ്യണോ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയുക, അവർ പറഞ്ഞ് ചെയ്യണതോ അല്ല എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതോ ഒന്നുമല്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് പലരെയും പരിചയപ്പെട്ടു. എനിക്ക് അവിടുത്തെ ആ സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്, എന്നോട് വരണമെന്നും പറഞ്ഞിട്ട് എനിക്ക് അതിയായ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ അവിടേക്കൊക്കെ ഒന്ന്
പോകണം എന്നുള്ളത്. അങ്ങനെ എന്താ പറയുക, കുറേ നല്ല പേഴ്സണാലിറ്റികളെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടി. കാരണം എനിക്ക് ശരിക്കും 58ാമത്തെ വയസ്സാണ്. ജാനുവരി 27 എനിക്ക് 58 വയസ്സാവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ സ്റ്റേജിൽ കയറി എനിക്കൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടിയിട്ടുള്ളത്. അതേ ഒരു ഇതാണ് എനിക്ക് ഇവിടുന്ന് എനിക്കൊരു ഗിഫ്റ്റ് തന്നപ്പോൾ എനിക്ക് ഉണ്ടായത്. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു അംഗീകാരം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവിടുത്തെ പറയുന്നത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് സർജറികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദയാ ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സക്കാത്ത് കിട്ടുന്ന പൈസ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഈ വെൻറ്റിലേറ്ററിൻ്റെ വേറൊരു വിഭാഗം, അതൊക്കെ വിശദമായിട്ട് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് തെറ്റിപ്പോവും. നമ്മൾ തെറ്റ് ഒരാളിലേക്ക് എത്തിക്കണേക്കാൾ നല്ലത് ശരി എന്നത് കറക്റ്റായിട്ട് ചോദിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അത് എവിടത്തേക്കാളും 50% കുറവിലാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് വെൻറ്റിലേറ്ററിൻ്റെ തന്നെ വേറൊരു സംഭവമാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറ്റി പറയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ടോക്കിലൂടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ ഡിംപിളിനെ കൊണ്ട് ഞാൻ അത് പറയിപ്പിക്കാം. ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ സർജറികൾ ഫ്രീ ആയിട്ട് ചെയ്തു. മാസത്തിൽ ഇത്ര വെച്ചിട്ട് ഇത്ര സർജറി ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് യോഗ്യരായവരെ തിരഞ്ഞെടുത്ത്, ഇപ്പം നമ്മളായാലും ആരെങ്കിലും ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമുക്കത് തോന്നാണ് ശരിയാണ്, ആ കുട്ടിക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ അതിന് ചെയ്യാനുള്ള കഴിവില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇവർക്ക് ഇവരോട് ഇങ്ങനെ ഒരു ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അന്വേഷിച്ച് ശരിയാണെന്ന് തോന്നിയാൽ അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമല്ല, 2-3 സെക്ഷനിലുണ്ട് അവർ സർജറി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം എല്ലാവരും പരസ്പരം സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓപ്പോസിറ്റുള്ള റൗണ്ട് ടേബിൾ എന്നും പറയും, പിന്നെ അതിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് റൗണ്ട് ഓഫ് ഗ്ലോബൽ അങ്ങനെ അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഒന്നിച്ച് ഒരു ലഞ്ച്, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇവരുടെ കൂടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഞാനൊന്നും അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, സോറി. പക്ഷേ എനിക്കതിനുള്ള ഒരു ഭാഗ്യം കിട്ടി തന്നെ പറയാം. നമ്മുടെ തോമുവിൻ്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സെയിം ഈ ഡിഷാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു നല്ല ടേസ്റ്റി ഫുഡാണ് ഇവിടുത്തെ എന്നുള്ളത് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പ്ലേറ്ററാണ് വാങ്ങിയത്. പിന്നെ സൂപ്പും പിന്നെ മറ്റേ മോക്ടെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് എന്താ പറയുക, നല്ല കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട്. അപ്പോൾ അതുവഴി എനിക്ക് ഒരു മറ്റേ അത്താണിയിൽ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടുന്ന് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോനും ആ മോളോട് ഡോക്ടർ ഷിൻസി അപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം എനിക്കത് അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്ന് കാണാനായിട്ടൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും, അപ്പോൾ എന്നോട് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. കാരണം ഞാൻ എവിടെ പോയാലും ഞാൻ എവിടെയാണോ പോണത് അവിടെ നിങ്ങളെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് വൈകാണ്ട് എനിക്കും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഒരു ഗെറ്റ് ടുഗെദർ പോലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ രസം അതല്ല, ഞാൻ വീട്ടിലെത്തി ഫോട്ടോ ഇങ്ങനെ ഇതിനെപ്പറ്റി വീട്ടിൽ വന്ന് വേറെ പല പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എൻ്റെ കയ്യിലേക്ക് കിട്ടി കഴിഞ്ഞു. നോക്കിയപ്പോൾ ഡോക്ടർ സജി എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫോണിൽ ആ മോനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു 2-3 സംഭവം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഇത്ര വേഗം. അപ്പോൾ എനിക്ക് തോന്നുന്നു പല ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സജി പറഞ്ഞു സജിയെ ക്ഷണിച്ചിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭയങ്കര സന്തോഷം മനസ്സിൽ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ എന്താ പറയുക, വെൽവിഷേഴ്സിൻ്റെ കൂട്ടത്തിൽ ഞാനും ഡിംപിൾ പിന്നെ സെലിബ്രിറ്റിയാണ്. ഡിംപിൾ എല്ലായിടത്തും പോകുന്ന ഒരാളാണ്. പക്ഷേ എന്നെ ഒരാൾ ക്ഷണിച്ച് അങ്ങനെ ഒരു കൂട്ടത്തിലിരുത്തി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഡിംപിളുടെ മമ്മി എന്നുള്ള ലേബിളിലാണ് ഞാൻ പോവാറ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സാജിദ് സാറിനോടും
പിന്നെ നമ്മുടെ അനീഷ് സാറിനോടും ഭയങ്കര, കാരണം അവരാണ്, മറ്റവർക്കൊന്നും എന്നെയൊന്നും അറിയില്ല, അവരാണ് ഞാൻ എപ്പോൾ ചെല്ലുമ്പോഴും നമ്മളുടെ കൂടെ നിന്ന്. അതിപ്പോൾ നമ്മളെന്നല്ല കേട്ടോ, അപ്പോൾ ചിലർക്കൊരു വിചാരം ഉണ്ടാവും സെലിബ്രിറ്റി ആയതുകൊണ്ടാണെന്നോ, ഒരിക്കലുമല്ല. നമ്മളിപ്പോൾ ആരോടെങ്കിലും നമ്മളോട് ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഏത് ഹോസ്പിറ്റലെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളുടെ ഇതനുസരിച്ച് പറയും ദയയിൽ ഇന്ന ആളെ ഒന്ന് വിളിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പലർക്കും സാജിദ് സാറിൻ്റെ നമ്പർ കൊടുക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് വിളിച്ച് തുടങ്ങും, എവിടെ എത്തിയെന്ന് ചോദിച്ച്. വരുന്നോട് കൂട്ടിയിട്ട് റിസീവ് ചെയ്ത്, അവരുടെ പദവിയൊന്നും അവർ നോക്കാറില്ല. വരുന്നോട് കൂടി നമ്മൾ റിസീവ് ചെയ്ത് നമുക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളെ മെഡിസിൻ വരെ വാങ്ങി കയ്യിൽ തന്നിട്ട് കയറ്റി വിടണതാണ്. അത് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി മാത്രം കേട്ടോ. എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ വിളിച്ച് പോകണം എന്നല്ല പറയണത്. അങ്ങനെ എന്താ പറയുക, പെട്ടെന്നൊന്ന് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനമായിട്ട് ചെയ്യണം, പോകണം, അങ്ങനെയുള്ളവർ. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിട്ട് എല്ലാവരും നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ പോകുക. അപ്പോൾ ചോദിച്ചു പോകുന്നവർക്ക് അങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുക. പിന്നെ സാറെന്നല്ല, അവിടെ എല്ലാവരും ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് എല്ലാവരെയും കാണുക. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് നമ്മളെപ്പോഴും ഒരു വട്ടം പോയി പിന്നെ തുടരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്ഥിരം പോകുന്നത് ദയയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എന്നോടൊരു കുട്ടി വിളിച്ച് വേറൊരു ഹോസ്പിറ്റലും ഈ ഹോസ്പിറ്റലും വെച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടുത്തെ കാര്യം എനിക്കറിയില്ല, ദയയിലത്തെ കാര്യമാണെങ്കിൽ 100% എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടുള്ളൂ. നമ്മൾ അവിടുന്ന് കേട്ടത് ഇവിടുന്ന് കേട്ടതും വെച്ചിട്ട് നല്ലതായാലും മോശമായ കാര്യമായാലും നമ്മൾ കേട്ടിട്ട് പറയരുത്. നമ്മൾ അനുഭവിച്ചിട്ട് നമ്മളുടെ അനുഭവം ശരിയാണെങ്കിൽ നമ്മൾ ശരിയെന്നും, തെറ്റാണെങ്കിൽ അത് മറ്റുള്ളവരോട് തെറ്റ് എന്ന് തന്നെ പറയണം. കാരണം നമ്മളെങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഈ വ്ളോഗ് വീഡിയോസ് ഇടുമ്പോൾ എന്നെ വിശ്വസിച്ച് കാണുന്നവരും എന്നെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരിക്കലും നമ്മൾ തെറ്റായ ഒരു സംഭവം അവരിലേക്ക് എത്തിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള കാര്യങ്ങൾ ആരും എന്നോട് ചോദിക്കുമ്പോഴും എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ആ കാര്യം ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അന്തോണിസ് പുണ്യാളുടെ അവിടെ എത്തി നൊവേനയും കുർബാനയും ചൊല്ലിക്കലും കുട്ടികൾക്ക് കുറേ പേർക്ക് അറിയാം, നിങ്ങൾക്കറിയാമല്ലോ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ നാവ് നമ്മൾ സമർപ്പിക്കാറെന്നുള്ളത്. അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പാച്ചുട്ടൻ്റെ കൈ കൊണ്ട് തന്നെ നാവ് കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ അവനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം അവർ വലുതായല്ലോ. അപ്പോൾ ഞാൻ ഓരോ ചൊവ്വാഴ്ചയും ഞാൻ പറയാറില്ലേ, ഓരോ മൈൽ സ്റ്റോൺ, അവന് ഓരോ വ്യത്യാസങ്ങളാണ് കാണുക. അപ്പോൾ ഈ പ്രാവശ്യം പോയി അവൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഡിംപിളിനോട് പറഞ്ഞത് വാവ് വന്നു, ഈശോയ്ക്ക് വാവ് വന്നു, ചോര വരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടി കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ മാതാവിന് ചെരുപ്പില്ല, ഈശോയ്ക്ക് ചെരുപ്പില്ല, അന്തോണിസ് പുണ്യാളൻ ചെരുപ്പിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ, അതായത് നമ്മൾ സംസാരിക്കണം എന്ന ഇതിലാണ് നമ്മൾ എപ്പോഴും അന്തോണിസ് പുണ്യാളൻ്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ കുട്ടീനെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ എടുക്കാൻ. അപ്പോൾ ദേവൻ പറയാണ്, അതിന് അവിടെ ചെരുപ്പുണ്ട്, ഇവിടെ ചെരുപ്പുണ്ട്, ഉണ്ണീശോയ്ക്ക് ചെരുപ്പില്ല, മാതാവിന് നോക്കിയപ്പോൾ മാതാവിനും ചെരുപ്പില്ല. ശരിക്കും അവൻ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കത് ഭയങ്കര ഭയങ്കര അതിശയവും സന്തോഷവും. കാരണം ഇങ്ങനെ പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാവ് എല്ലാ മാസവും കുറേ മക്കൾക്ക് വേണ്ടിയിട്ട്, സംസാരശേഷിയില്ലാത്തവർ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ള കുറേ പിന്നെ കുറേ നഷ്ടപ്പെട്ട സങ്കടങ്ങളൊക്കെ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ച് കിട്ടാൻ, അങ്ങനെ നഷ്ടപ്പെട്ടത് കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ അന്തോണിസ് പുണ്യാളുടെ അടുത്ത് ആവശ്യപ്പെടാറ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായി. നേരെ നമ്മൾ വരുമ്പോൾ പെട്രോൾ അടിക്കാൻ കയറി. അപ്പോൾ ഒരുത്തൻ തിരിഞ്ഞ് ഇങ്ങോട്ട് ഇരിക്കണം, അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇന്ന് ഭയങ്കര ഗുഡ് ബോയ് ആയിരുന്നു കേട്ടോ പാച്ചു. ഭക്ഷണം കഴിക്കണോടത്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മിടുക്കരായിട്ട് ഹൈ ചെയറിലിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്താ പറയുക, വേറെ അവന് ഡ്രസ്സ് മാറ്റാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം ഓൾറെഡി അവിടുന്ന് അവർ സെക്കൻഡ് ഡ്രസ്സ് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വേണ്ട, അതിന് പ്രത്യേകിച്ച് ഒരു ഒഫീഷ്യൽ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണു, അവിടെ വേറെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല കേട്ടോ. അതേ ഡ്രസ്സിലാണ് കൊണ്ടുപോയത്. അങ്ങനെ നമ്മളുടെ ഭാവൻസ് എത്തി. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഡിംപിൾ പറഞ്ഞത്, മമ്മി നമുക്ക് ഇപ്പോൾ ഈ സമയമായില്ലേ, ഒന്നുമല്ലാത്ത നേരം, ഡിവൈനും കുട്ടികൾ എന്തായാലും മുകളിൽ കിടന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ താഴെ റെസ്റ്റ് ചെയ്യണ നേരം കൊണ്ട് നമുക്ക് അക്കിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്, വളരെ അടുത്താണ് ചേച്ചിയുടെ വീട്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ പോയി പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നാളെ വല്യമ്മയുടെ മോൻ്റെ കൊച്ചിൻ്റെ മനസ്സമ്മതമാണ്. ഒല്ലൂർ പള്ളിയിലാണ്. അപ്പോൾ ഒല്ലൂർ അവിടെ ഹാളിൽ തന്നെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് ചോദിച്ചറിയാം എന്നൊക്കെ വിചാരിച്ച് അക്കീൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ ഡിംപിളും അത് കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിനൊന്നും ഡിംപിൾ ഉണ്ടായിരുന്നില്ലല്ലോ.
അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ അക്കിക്ക് ഉറക്കമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് പാച്ചു പറഞ്ഞു തുടങ്ങി അക്കി വേണം, അക്കീനെ വേണം, അക്കീനെ വേണം എന്ന്. അപ്പോൾ വേഗം വന്നതേ. അപ്പോൾ അക്കി പറയുക, അയ്യോ എന്നെ കാണിക്കല്ലേ, ഞാൻ ദേ മുടി കെട്ടിയിട്ടില്ല, ഈരിയിട്ടില്ല. ആൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും ഡോണിൻ്റെ ഫോൺ വന്നു. വായോ നമുക്ക് ഡിംപിളിനോട് വേഗം വായോ ഒരു വഴിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ വന്ന് കയറി. അപ്പോൾ ഡിവൈനും ഡോണും കുട്ടികളും ഡ്രസ്സ് മാറായിരുന്നു മുകളിൽ. അപ്പം ഞാൻ വേഗം പോയി കുളിച്ച് നമ്മളുടെ നൈറ്റ് ഡ്രസ്സിലേക്ക് മാറി. അപ്പോൾ എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചനെ കൊണ്ടുപോകുന്നുണ്ടാവില്ല. അപ്പോൾ ഞാനും ഡാഡിക്ക് മാച്ച് ഉണ്ട്, അപ്പോൾ എന്തായാലും വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം കുളിച്ച് വരുമ്പോൾ ഇവിടെ ഇവനിപ്പോൾ കാണണം നമ്മളുടെ ഗിഫ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞായിരുന്നു ഡയറിയാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ബിസിനസ് ഡയറിയാണ്. അപ്പോൾ അങ്ങനെ അവനത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സമാധാനം. കുട്ടിക്ക് അറിയില്ല അവന് ഗിഫ്റ്റ് ഉണ്ടെന്നറിയാം, പക്ഷെ അവൻ വളരെ ക്ഷമയോടുകൂടി വീട് വരെ അതൊന്നും ചെയ്യാണ്ട് നിന്നു കേട്ടോ. അങ്ങനെ ബിസിനസ്സിൻ്റെ ഡയറി തുറന്നു. അപ്പോൾ അവന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഡാഡി ഡിംപിളിനോട് പറഞ്ഞു, എന്തായാലും എനിക്ക് കിട്ടിയ ഡയറി നല്ലൊരു കാര്യത്തിനാണ്. കാരണം നാളെ ഡിംപിളിന് ഈ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്തായാലും ഈ ഡയറിയിൽ നിനക്ക് എല്ലാ കാര്യങ്ങളും എഴുതാനും എടുക്കാനും ഒക്കെ ഇടവരട്ടെ എന്ന് പറഞ്ഞിട്ട് ഡാഡി പറഞ്ഞു. അതിനുള്ള ഒരു തുടക്കമാവട്ടെ ഈ ഡയറി എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ച് ബിസിനസ് ഡയറി എന്നാണ് എഴുതിയേക്കണേ. അപ്പോൾ പിന്നെ നിൻ്റെ ബിസിനസ്സിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഡാഡി അത് കൊടുത്തു വിട്ടു. അപ്പോൾ അതിനും ഒരു എന്താ പറയുക, ഒരു ഭാഗമാവെന്ന് പറയില്ല, എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഭംഗി പോലെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എൻ്റെ കിട്ടിയത് ഞാൻ പൊളിച്ചിട്ടില്ല, ഇപ്പോഴും പൊളിച്ചിട്ടില്ല, ഞാൻ അവിടെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഡോൺ പറയണത് പാച്ചുവിനെയും ചാക്കോച്ചനെയും കൊണ്ടുപോകൊണ്ട് മമ്മിയും കൂടി പോരേന്ന്. അപ്പോൾ ഞാനും കൂടി ഇവരുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി. അപ്പോൾ നേരത്തെ കണ്ടത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ ബാഗ് എടുത്തിട്ട് ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ ഈ ഇറങ്ങണ വരെ എനിക്കറിയില്ലായിരുന്നു ചാക്കോച്ചൻ ഉണ്ടെന്ന്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നൈറ്റിയൊക്കെ ഇട്ട് വന്ന് നിൽക്കണ നേരത്താണ് ഡോൺ വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്താ മമ്മി വരുന്നില്ലേന്ന്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ചാക്കോച്ചൻ പോകുന്നുണ്ട്, പിന്നെ ഇപ്പം ഞാനിവിടെ ഇരിക്കണേ എന്തിനാ, ഡാഡി ഓൾറെഡി മാച്ച് കാണാൻ ഇരിക്കുകയാണ്, വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അതപ്പം മാറിയിട്ട് വരാം, ഞാൻ ഓൾറെഡി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാനും കൂടി ഇവരുടെ കൂടെ പോന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ മെറൈൻ്റെ സംഭവം നമ്മുടെ എലൈറ്റ് സൂപ്പർ വടക്കേ സ്റ്റാൻഡിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഞാൻ കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ പിന്നെ അയ്യോ ഇത് അറിയാണ്ട് വന്ന് പോയതാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ അത്താണിയിൽ ഞാനൊരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വിസിറ്റിംഗ് കാർഡാണ് കേട്ടോ. ഞാനത് വിട്ടുപോയതാണ്, അതെങ്ങനെയോ ഇതിൻ്റെ ഇടയിൽ വന്നതാണ്. പക്ഷെ അത് നല്ലതിനാണ്, അതാണ് ഞാൻ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കേട്ടോ. ഞാൻ പോയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി. വടക്കേ സ്റ്റാൻഡിലാണ്, നമ്മുടെ വർക്കീസ് അല്ലല്ലോ, എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ മറ്റേ ഇവിടെ നല്ല ബ്ലോക്ക്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു എന്തോ വാങ്ങിക്കാണ്ടായിരുന്നു ഡിവൈൻ. അപ്പോൾ ഡിവൈൻ ജസ്റ്റ് ഇറങ്ങി അത് വാങ്ങി വന്ന് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ നമ്മുടെ നെല്ലിക്കുന്ന് പള്ളി പെരുന്നാളാണ്, നാളെയാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു സാമ്പിൾ ലൈറ്റ് ഇട്ട് നോക്കിയതാന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് നാളെയും മറ്റന്നാളാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള പുതുമോടി പെരുന്നാളാണ്. പിന്നെ അവിടെ മൂത്ത മരുമകനും രണ്ടാമത്തോനും ഒന്നിച്ചുള്ള ഒരു പെരുന്നാളാണ്. അപ്പോൾ എന്തായാലും തറവാട്ടിൽ അടിപൊളി പെരുന്നാളാഘോഷമാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ് കേട്ടോ, ഒരു വെറൈറ്റി ലൈറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക, അവിടെ നിന്ന് നേരെ നമ്മുടെ ഇവിടേക്കാണ് പോയത്, എവിടെയാണ് എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വടക്കേ സ്റ്റാൻഡിൽ, അവിടേക്കാണ് പോയത്. അപ്പം നാളെ ഈ നേരത്ത് നമ്മളിത് ഈ പെരുന്നാളൊക്കെ കണ്ടിട്ട് വന്നിട്ടുള്ള വീഡിയോ കേട്ടോ നിങ്ങൾ കാണുക. ഇപ്പോൾ മറ്റേ പലഹാരക്കാരും ഇവരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് അറിയാമല്ലോ പെരുന്നാൾക്ക് മൊത്തം എന്താ പറയുക സ്റ്റേഷനറി സാധനങ്ങളും അതും ഇതൊക്കെ നിറച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ വന്ന് സ്റ്റോളുകൾ പതുക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഫുള്ളാവണമെങ്കിൽ നാളെ ഉച്ചയോട് കൂടിയിട്ടാണ് അത് മുഴുവനാവുള്ളൂ കേട്ടോ. അപ്പോഴേക്കും തോമു പറഞ്ഞു തുടങ്ങി എനിക്ക് നാളെ ഐസ്ക്രീം വേണം. അപ്പോൾ പാച്ചു ഒപ്പം പറഞ്ഞു തുടങ്ങി. അപ്പോൾ പെരുന്നാൾ അവന് തോമുവിന് നല്ല ശീലമാണ്. കാരണം ഡോൺ എല്ലാ പെരുന്നാളുകൾക്കും തോമുവിനെ എന്ത് തന്നെയായാലും കൊണ്ടുപോകും. പാച്ചു ഉണ്ടെങ്കിൽ പാച്ചുവും തോമും പോവും, അല്ലെങ്കിൽ തോമു പോവും. ചാക്കോച്ചനാണ് പിന്നെയും നമ്മളങ്ങനെ അധികം പുറത്തേക്ക് കൊണ്ടുപോകാത്തത്. പക്ഷേ ഇന്ന് അവനെ നമ്മൾ കൊണ്ടുപോയത് എന്താണെന്ന് വെച്ചാൽ അവന് എന്താ ഒരു കൂട്ടി പറഞ്ഞായിരുന്നു, ഞാനത് പിന്നീടാണ് സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാർ പാർക്കിങ്ങിലേക്ക് പോകുമ്പോഴാവും ആൻറ്റി ചിലപ്പോൾ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത്.
അപ്പോഴാണ് നമ്മൾ ആലോചിച്ചപ്പോൾ സാധാരണ വീടുകളിലോ കാര്യങ്ങളിലോ ഒന്നും പോയി അവന് കുഴപ്പമുണ്ടാവാറില്ല. വല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇറങ്ങി വരുമ്പോഴാണ് അവനുണ്ടാവുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കാർ പാർക്കിങ്ങിലേക്ക് പോകുമല്ലോ, അപ്പോൾ അവിടെ മൊത്തം പൊടിയായിട്ടുണ്ടാവില്ലേ, ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ചാക്കോച്ചനെയും കൊണ്ട് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് ദൈവം സഹായിച്ച് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 12-12:30 ആയിട്ടുണ്ട്. ഇതുവരെ അവന് വേറെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. മൂന്നാളും വളരെ സമാധാനത്തിലാണ് കിടന്നുറങ്ങണേ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ചുമ തുടങ്ങാറുണ്ട്. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ നേരെ വെളുക്കോളം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ദയയിലേക്ക് ഓടേണ്ടി വരും. ഞാൻ പറയും കുട്ടികളോട്, നിങ്ങളുടെ തറവാടാണ് ദയാന്ന്. കാരണം അവിടെയാണ് നമ്മൾ പറയില്ലേ, എവിടെയെങ്കിലും നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാവും. അവിടേക്ക് പോകുമ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ, അവിടെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ അസുഖം മാറും. അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, തമാശയ്ക്ക് പറയും, ഡോക്ടർക്ക് കാശ് കൊടുത്തപ്പോൾ നിൻ്റെ സുഖേട് മാറിയില്ലേ, മരുന്നൊന്നും കഴിക്കേണ്ടി വന്നില്ലാലേ എന്ന് പറയില്ലേ. അതുപോലെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണാപ്പാടാം. ദയയും അവിടുത്തെ ക്യാൻറ്റീനും അവിടുത്തെ എന്താ പറയുക ലോഞ്ചും ഒക്കെ നമുക്ക് കാണാപ്പാടാം. അങ്ങനെ ഞങ്ങൾ ലൈറ്റിൽ വന്നു. ലൈറ്റിൽ വന്നപ്പോഴാണ് ഞാൻ ഡിമ്പിളിനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. കാരണം ഉച്ചയ്ക്ക് കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചാണ്. ഇതിപ്പോൾ നല്ലോണം ലേറ്റായിട്ട് 7:30-7:45 ആയിട്ടുണ്ട്. അപ്പോൾ ഡിമ്പിൾ സൂപ്പർ മാർക്കറ്റ് അവിടെ ലൈറ്റിൽ നിന്ന് പോയിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടികൾക്കും കൊടുത്തു. പാച്ചു അതെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചത്. അതിൻ്റെ ഇടയിൽ പാലൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുള്ള വിശേഷങ്ങൾ മൊത്തം ഡിവൈൻ്റെ വീഡിയോയിലുണ്ടാവും കേട്ടോ. ഞാൻ ഇതിനകത്തൊന്നും എടുത്തില്ല. ഞാൻ കുട്ടികളുടെ കൂടെ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വിശദമായിട്ട് ഡിവൈൻ്റെ ഉണ്ട്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും പൊക്കോളൂ കേട്ടോ. എന്നോട് ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആൻറ്റി പൊക്കോളൂ, ഞങ്ങളിതേ പോയിട്ട് ഇവിടെ ഫോട്ടോ എടുത്ത് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് പോകണം. പിന്നെ ചാക്കോച്ചനെ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ യാത്രകൾ മാക്സിമം ഒഴിവാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഡോണും ഡിവൈനൊക്കെ പറഞ്ഞു, ഇനി അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, അവനെ കൊണ്ടുപോയി നമുക്ക് ശീലിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാവെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ മടങ്ങി. കുറേ സമയം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടമാനം സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡിവൈൻ്റെ വീഡിയോയിൽ കാണും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ മടങ്ങി എത്തുമ്പോൾ സമയം നോക്കിയാൽ 9:30. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീക്കെയറിലൊന്ന് ഇറങ്ങി, ഡിവൈൻ മാത്രം ഇറങ്ങി കയറിയുള്ളൂ. 9:30. ഡാഡി ഇതാ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഡാഡിക്കുള്ള ഫുഡ്. അപ്പോൾ ഒന്നും വേണ്ട ശരിക്കും. കാരണം അവിടെ നിന്ന് എന്തൊക്കെയോ വാരി വലിച്ച് കഴിച്ചു, കിട്ടിയതൊക്കെ എടുത്ത് കഴിച്ചു എന്ന് പറയില്ലേ, അങ്ങനെയാണ് നല്ലത്. ഐസ്ക്രീം കഴിച്ചു, ചായ കുടിച്ചു, പിന്നെ സ്വീറ്റ് കോൺ കഴിച്ചു, പലതും കഴിച്ചു. അപ്പോൾ അങ്ങനെ ഇവിടെ ഇവിടെ ചാക്കോച്ചനും പാച്ചും കൂടിയിട്ടുള്ള കളിയാണ് കേട്ടോ. അവർ തമ്മിൽ ഭയങ്കര എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കലും പുന്നാരിക്കലും ഒക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പോഴേക്കും ഡാഡിയുടെ മാച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡാഡി വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഡാഡിക്ക് മാത്രം ഭക്ഷണം മതി. ഡോൺ വേണ്ട എന്ന് പറഞ്ഞു, ഡിവൈനിന് വേണ്ട, ഡിമ്പിളിന് വേണ്ട, കുട്ടികൾക്ക് അശേഷം വേണ്ട. അപ്പോൾ കുട്ടികൾ ക്രീം പണ്ണ എന്നിട്ടങ്ങോട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് എന്തോ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ ഫുഡൊക്കെ കഴിച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് അവർ ഡോണും പിള്ളേരും മുകളിൽ പോയി. അത് കഴിഞ്ഞ് ഡിവൈൻ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ഡിമ്പിളിന് പറഞ്ഞു കൊടുക്കായിരുന്നു. ബാങ്കിങ്ങിൻ്റെയും അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ പറയില്ല, ഫോണിൻ്റെ ആയാലും കുറേ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതും എടുക്കാനുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞ് അതൊക്കെ ചെയ്തു കൊടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഡാഡിക്കുള്ള ഫുഡ് മാത്രം റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോറും ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പോർക്കും കൂർക്കയും ഉണ്ടായിരുന്നു, എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് വെള്ളിയാഴ്ചയാണെന്ന് നോക്കിയില്ല, ഡാഡിക്ക് അതെടുത്ത് കൊടുത്തു. ഞാനൊരു ചായയും കുഴലപ്പം. അപ്പോൾ പിള്ളേർക്കും ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്കും ചായ എടുത്തു. അങ്ങനെ പിന്നെ നമ്മുടെ പതിവ് പണികൾ തന്നെ, പട്ടികൾക്കുള്ള ഇറച്ചി വെച്ച് കൊടുക്കുക, അവർക്കുള്ള വെള്ളം അതൊക്കെ കഴിഞ്ഞ് അവരെ പൂട്ടിയിടുക. അപ്പോൾ ഇപ്പോൾ അതേ തുണികൾ കാറ്റത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട വഴിക്ക് സംഭവം ഉണങ്ങിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ആടല. അപ്പം ഞാൻ എപ്പോഴും പറയും കുട്ടികളോട് നിറച്ച് ക്ലിപ്പ് ഇട്ടോളൂ എന്ന്, അല്ലെങ്കിൽ ഈ സംഭവം അപ്പുറത്ത് പറമ്പിലേക്ക് പോയാൽ നമുക്ക് എടുക്കാൻ പോലും കാര്യമില്ല എടുത്തിട്ട്, കാരണം നിറച്ച് ചെളിയും അതൊക്കെയല്ലേ. അങ്ങനെ എല്ലാവരുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എവിടെയെങ്കിലും പോയി വന്നാൽ അവിടെ ഇരുന്നുള്ള ചർച്ചയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസും ദയയിലേക്ക് പോയ കാര്യങ്ങളും ഒക്കെ ഡോണിനോടും പറഞ്ഞു. ഡിവൈനും ഫോട്ടോസ് കാണിച്ചു കൊടുത്തപ്പോൾ ഡിവൈനും പറഞ്ഞു, എന്തായാലും മമ്മിക്ക് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സംഭവം കിട്ടിയതും അങ്ങനെ ഒരു കൂട്ടത്തിൽ പോകാൻ പറ്റിയതും ഒക്കെ വലിയ ഭാഗ്യം മമ്മിയെ ഇത്രയും പ്രായത്തിലെന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. എൻ്റെ ഗ്രൂപ്പിലും പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടികളോടും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ എന്നോടിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും എന്തോ ഭയങ്കര സന്തോഷം തോന്നി.
അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോൾ നമ്മളുടെ സ്ഥിരം കലണ്ടറും ഇതൊക്കെ ചെയ്യുന്ന സുലു ഉണ്ടല്ലോ, സുലു എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് കൺഗ്രാറ്റ്സ് ആയിട്ട്. സുവിനെ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇതിൽ കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ അതും കൂടി ഇതിൽ കൂടെ ആഡ് ചെയ്തേനെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ദയയിലെ എല്ലാവരോടും ഞാനും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കണം. എന്നെ ഈ വെൽ വിഷേഴ്സിൻ്റെ ഇടയിൽ ഒരാളാക്കിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് എൻ്റെ വീഡിയോ, ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എനിക്കെന്താ പറയുക, പറഞ്ഞിട്ടും മതിയാവണില്ല. ഈ ഒരു ദിവസം എനിക്ക് എന്താ വളരെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ് കിട്ടിയ നല്ലൊരു ദിവസം. അപ്പോൾ എല്ലാവർക്കും ബൈ.